ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ബബിങ്ടൺ മക്കലൻ. അതായത് ഇന്ത്യയുടെ ഇംഗ്ലീഷ് സംസ്കാരത്തിൽ കൊണ്ടുവന്ന് ഇന്ത്യയെ നശിപ്പിച്ചു, ഇന്ത്യയുടെ പൈതൃകം നശിപ്പിച്ചു. അപ്പം അതുമായി ബന്ധപ്പെട്ട് കാത്തലിക് സഭയുടെ ഒരു സീനിയർ സിസ്റ്ററാണ്. അപ്പം അവരോട് ചോദിക്കാം, എന്തൊക്കെയാണ് കാത്തലിക് സഭ ഇന്ത്യക്ക് കൊടുത്ത കോൺട്രിബ്യൂഷൻ? സിസ്റ്റർ നമസ്കാരം. നമസ്കാരം. സിസ്റ്റർ, കാത്തലിക് സഭ ഇന്ത്യക്ക് കൊടുത്ത ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, അതേപോലെ ഹെൽത്തിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷനായിട്ട് മെയിനായിട്ട് കൊടുത്തത്? സിസ്റ്റർ പലയിടത്തും പോയി വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ അറിയാൻ നേരിട്ട്. എന്തൊക്കെയാണ് മേജറായിട്ട് കൊടുത്ത കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? സർ, ഇംഗ്ലീഷ് ഭാഷ നമ്മുടെ ഇംഗ്ലീഷ് സംസ്കാരത്തെ ലോകം മുഴുവനും എത്തിക്കാൻ ഇംഗ്ലീഷ് ഭാഷ നമ്മളെ സഹായിച്ചു. എന്ന് പറഞ്ഞാൽ 1800-കളുടെ അവസാനം വിവേകാനന്ദൻ ചിക്കാഗോയിൽ ചെന്നിട്ട് ആ പ്രസിദ്ധമായ പ്രസംഗം പറഞ്ഞത് ഹിന്ദിയിലാണ്, ഇംഗ്ലീഷ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞ് ലോകം മുഴുവനും ഇന്ത്യയുടെ സംസ്കാരം എന്താണെന്ന്, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്, അതുവഴി എല്ലാവരും സഹോദരന്മാരാണ്. ആ ഒരു വലിയ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആ പൈതൃകം പകർന്നു കൊടുക്കാൻ പറ്റിയത് ഇംഗ്ലീഷ് അന്ന് തുടങ്ങി. അതുപോലെ തന്നെ പല നമ്മുടെ ഹിന്ദു സംസ്കാരത്തിനുള്ള ഹോളി സ്ക്രിപ്ചേഴ്സ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓരോ തദ്ദേശീയ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വഴി ഇംഗ്ലീഷ് വഴി രാമായണവും ഭഗവത്ഗീതയും ലോകം മുഴുവനും എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് വഴിയാണ്. അപ്പോൾ ഇത്രമാത്രം ഭാരത സംസ്കാരത്തെ ലോകത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന ആ ഇംഗ്ലീഷ് ഭാഷയെ എന്തിനാണ് ഇത്രമാത്രം ചവിട്ടി കൂട്ടുന്നതെന്ന് അറിയത്തില്ല. കാരണം ഇംഗ്ലീഷ് ഒരിക്കലും ഒരു ഹാമായിട്ടുള്ള തൊട്ട് സഹായമായിട്ടുള്ളൂ, അന്നും ഇന്നും എപ്പോഴും. അതുപോലെ നമ്മുടെ ഓരോ ഭാഷകളിലേക്കും ഒരു പ്രത്യേക ആൾക്കാർക്ക് മാത്രം വായിക്കാൻ പറ്റുന്ന ഹോളി സ്ക്രിപ്ചേഴ്സ് ഇന്ന് ആർക്കും വായിക്കാം. പ്രധാനമന്ത്രിക്ക് വായിക്കാം, എനിക്ക് വായിക്കാം, സാറിന് വായിക്കാം, നമ്മുടെ ലൈബ്രറി, നമ്മുടെ സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും വായിക്കാം. ലോകത്തിലുള്ള ആർക്കും ഭഗവത്ഗീതയും രാമായണം ഒക്കെ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിലൂടെയാണെന്ന് ഞാൻ കരുതുന്നു.